യഥാർത്ഥ മരിയഭക്തി നമ്പർ 213 മുതൽ 225 വരെ. ഈ ഭക്തിയുടെ അത്ഭുതകരമായ ഫലങ്ങൾ. എൻ്റെ പ്രിയ സഹോദര, ഞാൻ നിർദ്ദേശിക്കുന്ന ഈ ഭക്തിയുടെ ആന്തരികവും ബാഹ്യവുമായ അഭ്യാസങ്ങളോട് നീ വിശ്വസ്തനാണെങ്കിൽ താഴെ കുറിക്കുന്ന ഫലങ്ങൾ നിൻ്റെ ആത്മാവിൽ ഉളവാകും. 1. സ്വന്തം അയോഗ്യതയെക്കുറിച്ചുള്ള അറിവും നമ്മോട് തന്നെ തോന്നുന്ന വെറുപ്പും തൻ്റെ പ്രിയവധുവായ മറിയം വഴി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്തിലൂടെ നിൻ്റെ തിന്മകളും വഷളത്വവും നന്മ ചെയ്യാനുള്ള നിൻ്റെ കഴിവുകേടും നിനക്ക് മനസ്സിലാകും. അയോഗ്യതകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവം നൽകുന്ന സവിശേഷ ദാനമാണ്. തൻ്റെ അഗാധമായ എളിമയുടെ ഒരു ഭാഗം മറിയം നിനക്ക് നൽകും. തൽഫലമായി നീ നിന്നെ തന്നെ നിന്ദിക്കും. മറ്റുള്ളവരെ നിന്ദിക്കാതെ, എന്നാൽ അവരാൽ നിന്ദിതനാകാൻ നീ ആഗ്രഹിക്കും. 2. മറിയത്തിൻ്റെ വിശ്വാസത്തിലുള്ള പങ്കാളിത്തം ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏതു വിശ്വാസത്തെയുംക്കാൾ വലുതും എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകരുടെയും സ്ലീഹന്മാരുടെയും വിശുദ്ധരുടെയും വിശ്വാസം ഒന്നിച്ചു ചേർക്കുന്നതിനേക്കാളും മഹത്തരമായിരുന്ന മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പങ്ക് അവൾ നിനക്ക് തരും. 3. സംശയങ്ങൾ, ആശങ്കകൾ, ഭയങ്ങൾ എന്നിവയിൽ നിന്നുള്ള മോചനം. പരിശുദ്ധ സ്നേഹത്തിൻ്റെ ഈ മാതാവ് നിൻ്റെ ഹൃദയത്തിലെ എല്ലാ സംശയങ്ങളും, നിൻ്റെ അടിമ മനസ്സിലെ ഭയത്തിൻ്റെ, മനുഷ്യപ്രീതി ആഗ്രഹിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ഭയം, എല്ലാ വൈകല്യങ്ങളും നീക്കിക്കളയും. 4. ദൈവത്തിലും മറിയത്തിലുമുള്ള വലിയ ദൃഢവിശ്വാസം. ഈ ദിവ്യനാഥ ദൈവത്തിലും അവളിലുമുള്ള ദൃഢവിശ്വാസം കൊണ്ട് നിന്നെ നിറയ്ക്കും. കാരണം തനിയെയല്ല, നിന്റെ പരിശുദ്ധ മാതാവിനോടൊപ്പമാണ് നീ ഈശോയെ സമീപിക്കുക. 5. മറിയത്തിൻ്റെ ആത്മാവും അരൂപിയുമായുള്ള ബന്ധം. കർത്താവിനെ മഹത്വപ്പെടുത്താൻ മറിയത്തിൻ്റെ ആത്മാവ് തന്നെ നിന്നോട് ബന്ധപ്പെടും. ഈ ഭക്തി അഭ്യസിക്കുന്നതിൽ നീ വിശ്വസ്തനായിരുന്നാൽ അവളുടെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കാൻ വേണ്ടി അവളുടെ അരൂപി നിന്നിലെ അരൂപിയുടെ സ്ഥാനമെടുക്കും. മറിയം ദൈവത്തിൽ ആനന്ദിച്ചതുപോലെ അപ്പോൾ അരൂപിയിൽ നമുക്കും അവളോടൊപ്പം ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയും. ഇത് സാധിക്കുന്നത് വിമലഹൃദയ പ്രതിഷ്ഠയിൽ തന്നോട് സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നവർക്ക് തൻ്റെ അരൂപിയെ അവൾ സമ്മാനിക്കുന്നത് വഴിയാണ്. 6. മറിയം വഴിയായി ഈശോയുടെ സാദൃശ്യത്തിലേക്കുള്ള വിശ്വാസിയുടെ ആത്മാവിൻ്റെ രൂപാന്തരപ്പെടൽ. ഈ ഭക്താഭ്യാസത്തോടുള്ള വിശ്വസ്തത വഴിയായി ജീവൻ്റെ വൃക്ഷമായ മറിയത്തെ നിന്റെ ആത്മാവിൽ ശ്രദ്ധയോടെ നട്ടുവളർത്തുകയാണെങ്കിൽ അവൾ ഉചിതമായ സമയത്ത് തൻ്റെ ഫലം പുറപ്പെടുവിക്കും. ഈശോ മിശിഹായല്ലാതെ മറ്റൊന്നുമല്ല അവളുടെ ഫലം. 7. ദൈവത്തിൻ്റെ ഉപരിമഹത്വം. ഈ ഭക്തി വിശ്വസ്തയോടെ അഭ്യസിക്കുന്നത് വഴിയായി ക്ലേശം നിറഞ്ഞതും വർഷങ്ങൾ നീളുന്നതുമായ മറ്റേതൊരു ആത്മീയാനുഷ്ഠാനത്തെക്കാളും അധികമായി ഒരു മാസക്കാലത്തിനുള്ളിൽ നീ ഈശോയെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ നീരുറവയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവെ പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവെ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി, മോദമോടതു നീ സ്വീകരിച്ചു. ശാന്തിയുറപ്പേകിയല്ലോ ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതി സാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണമോദം യാചിപ്പൂ ഞങ്ങൾ. സമുദ്രതാര
വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയായ മറിയമേ സ്വസ്തി. പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വന്യമാതാവായ മറിയമേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്ത മണവാട്ടിയായ മറിയമേ സ്വസ്തി. എൻ്റെ പ്രിയ മാതാവും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അതിനാഥയുമായ മറിയമേ സ്വസ്തി. എൻ്റെ ആനന്ദവും എൻ്റെ മഹത്വവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവുമായ നിനക്ക് സ്വസ്തി. കരുണയാൽ നീ പൂർണ്ണമായും എൻ്റേതും നീതിയാൽ ഞാൻ പൂർണ്ണമായും നിൻ്റേതുമാണല്ലോ. പക്ഷേ ഇപ്പോഴും ഞാൻ മതിയാവണ്ണം നിൻ്റേതായിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് ഇപ്പോൾ നൽകുന്നു. നിൻ്റേതല്ലാത്ത എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ ദർശിക്കുന്നെങ്കിൽ നീ അവയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കുള്ള സകലത്തിൻ്റെയും സർവാധിനാഥയായി നീ മാറണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് അപ്രിയകരമായി എന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും വേരോടെ പിഴുതെറിയുകയും ചെയ്യണമേ. നിനക്ക് പ്രീതികരമായിട്ടുള്ളതെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. നിന്റെ വിശ്വാസ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കട്ടെ. നിന്റെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ നിന്റെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ. നിന്റെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം എൻ്റെ മന്ദോഷ്ണതയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ സ്ഥാനത്ത് നിന്റെ പുണ്യങ്ങൾ വളരട്ടെ. ദൈവതിരുമുമ്പിലുള്ള എൻ്റെ ഏക അലങ്കാരം നിന്റെ സുഹൃതങ്ങൾ മാത്രമായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുറവുകളെയും അത് നികത്തട്ടെ. അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ ഈശോമിശിഹായെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയാൻ നിൻ്റേതല്ലാതെ മറ്റൊരു അരൂപിയും നീ മനസ്സാകുമെങ്കിൽ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിൻ്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധവും തീവ്രവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ നിൻ്റെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയബദ്ധമായ ഭക്തിയോ ആത്മീയ അനുഭൂതിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതും സ്വർഗീയാനന്ദം നുകരുന്നതും നിൻ്റെ സവിശേഷ അവകാശമാണ്. നിൻ്റെ പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണമായി വാണരുളിക്കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചുക്കളുടെയും മേൽ പരിപൂർണമായ ആധിപത്യം പുലർത്താനും നിനക്ക് വിശേഷ അവകാശമുണ്ട്. നിൻ്റെ ഇഷ്ടാനുസാരം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുന്നതും നിൻ്റെ സവിശേഷ അവകാശം തന്നെ. ഓ മറിയമേ, സ്വർഗത്തിൽ വാഴുന്ന നിനക്ക് കർത്താവ് തന്നതും ആരും നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയുമില്ലാത്ത ആ നല്ല ഭാഗം ഇതെത്ര. ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. നിൻ്റേതല്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയാനന്ദം കൂടാതെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും മാനുഷിക സമാശ്വാസം തേടാതെ ആനന്ദപൂർവ്വം സഹിക്കാനും വിശ്രമം തെല്ലുമില്ലാതെ എന്നോട് തന്നെ മരിക്കാനും നിന്റെ വിനീത ദാസിയായി മരണം വരെ തീക്ഷ്ണമായും നിസ്വാർത്ഥമായും അധ്വാനിക്കാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചെയ്തതിനെല്ലാം ആമേൻ പറയാനും നീ ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ആമേൻ പറയാനും എൻ്റെ ആത്മാവിൽ നീ ചെയ്യുന്നതെല്ലാം ആമേൻ പറയാനുമുള്ള കൃപ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷവും എനിക്ക് നേടിത്തരണമെന്ന് മാത്രമേ ഞാൻ നിന്നോട് യാചിക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോഴും നിത്യകാലവും നീ മാത്രം എൻ്റെ ഉള്ളിൽ ഈശോയെ പൂർണ്ണമായി മഹത്വപ്പെടുത്തട്ടെ. ആമേൻ. ഇന്നത്തെ ദിവസത്തെ ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ.
അതിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. കന്യാമേരി വിമലാംബേ ദൈവകുമാരനു മാതാവേ രക്ഷകനൂഴിലംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ കറയില്ലാത്തൊരു കന്യകയേ നേർവഴി കാട്ടും ദീപശിഖയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ വിവേകമതിയാം കന്യകയേ വിശുദ്ധയാം സുരകന്യകയേ പ്രാർത്ഥിക്കണമേ വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ മാനവനുത്സവദായികയേ ദൈവികമാം പനിനീർ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലർകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവരാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തുജനത്തിൻ പാലികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി ശ്രീകന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി വന്ദകനിരയുടെ രാജ്ഞി രക്താങ്കിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ പാപം പൊറുക്കേണമേ നാഥ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ
പ്രാർത്ഥന കേൾക്കേണമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.